ഹലോ, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ഉച്ചയൂണിനുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു മത്തിക്കറിയും കപ്പ വേവിക്കുന്നതും പിന്നെ ചോറിന് വിസിലടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കുക്കറിൽ ഇപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ? അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ബെല്ലൈക്കൺ അടിച്ചങ്ങ് പൊട്ടിക്കണം. പിന്നെന്താ പറയുക, നല്ല നല്ല ലൈക്കുകളും കമൻസൊക്കെ ഇടുക. പിന്നെ വേറെന്താ പറയുക, ഞാൻ ഇപ്പോൾ സമയം ഏകദേശം 12:30 കുറച്ച് വൈകിപ്പോയി ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ. കാരണം ഇവിടെ ടിയ ഉണ്ടായിരുന്നു. അപ്പോൾ ടിയയ്ക്ക് ഇന്നലെ രാത്രി മുതൽ പനി. പിന്നെ അവളെ നോക്കാൻ പോയി. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് സമയം പോയി. പിന്നെ എന്താ പറയുക, വേറെന്താ, ഇങ്ങനെ ഉള്ളി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്താ പറയുക, ഊണൊക്കെ കഴിഞ്ഞോ? എനിക്കറിയില്ല. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? പിന്നെ ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. ഇൻസ്റ്റയിലാണെങ്കിലും വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ ലൈക്കോ അല്ല അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മളുടേതായ ചെറിയ ചെറിയ സന്തോഷങ്ങളില്ലേ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അല്ലെ അത്രയും സമയം പോകും. പിന്നെ നമ്മളുടെ മനസ്സിൽ ഉള്ള ആവശ്യമില്ലാത്ത ചിന്തകളോ അല്ലെ പ്രയാസങ്ങളോ ഒന്നും നമുക്ക് വരാതെ നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇതൊക്കെ എൻ്റെ ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് മീൻകറി ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മീൻകറി വെക്കുക എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഇന്നത്തെ മീൻകറിക്കകത്ത് ഇഞ്ചി വളരെ കുറവാണ്. ഞാൻ കടയിൽ പോയപ്പോഴേ ഇഞ്ചിയുടെ കാര്യം മറന്നുപോയി. മീൻ മേടിക്കാൻ പോയപ്പോൾ ഇഞ്ചി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ. വെളുത്തുള്ളി ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കുറച്ച് ചിപ്പോണം ഇഞ്ചിയേ ഉള്ളൂ. പിന്നെ ഉള്ളത് വെച്ചിട്ട് ഇനി ചെയ്യാമെന്ന് കരുതി. കാരണം എനിക്കിനി വെയിലത്ത് പോകാൻ വയ്യ. ഇപ്പോഴത്തെ വെയിലും ചൂടും എല്ലാം കൂടെ പ്രാന്താണ്. അതിൻ്റെ കൂടെ മഴയും വെയിലും. എന്നാൽ മഴ അങ്ങോട്ട് ഒടുക്കത്തെ മഴയായിട്ട് അങ്ങോട്ട് പെയ്യുമോ അതും ഇല്ല. രാത്രി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചറ വരാന്ന് ഇങ്ങനെ ചാറി നിൽക്കും. അത് കാരണം എന്ത് ചൂടാണെന്നറിയാമോ? ഒന്നും പറയണ്ട. വേറെന്താ, ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താ സ്പെഷ്യല് എല്ലാവർക്കും? എനിക്കങ്ങനെ സ്പെഷ്യൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞായറാഴ്ച, ശനിയാഴ്ച, വെള്ളിയാഴ്ച അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഒരുപോലെയാണ്. പിന്നെ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വരട്ടെ. അപ്പോൾ പിന്നെ കാണാം. ഇതൊക്കെ അരിഞ്ഞ് വന്നിട്ട് കാണാമേ. അങ്ങനെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെ കൊച്ചുള്ളി എല്ലാം അരിഞ്ഞു അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് കപ്പയുണ്ട്. 2 കപ്പയുണ്ട്. 3 കപ്പയുണ്ടായിരുന്നു. ഞാൻ 2 എടുത്തുള്ളൂ. 2 ആവശ്യമില്ല ശരിക്കും. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കട്ടെ. ഇത് വൃത്തിയാക്കിയിട്ട് കപ്പ വേവിക്കണം. ഇന്ന് മറ്റേ ചെണ്ട പുഴുങ്ങല്ല, ഇന്ന് വേവിക്കാം എന്ന് കരുതി. കാരണം കുറേ നാളായി വേവിച്ച്. എപ്പോഴും ഞാൻ ചെണ്ട പുഴുങ്ങിയ. ഞാൻ വീട്ടിലായിരുന്നപ്പോഴും ചെറുപ്പത്തിൽ ഭയങ്കര കപ്പയോട് ഭയങ്കര പ്രിയമായിരുന്നു. എനിക്ക് എന്താ അറിയത്തില്ല, കപ്പ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കപ്പ തിന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല. കപ്പയും മീൻകറിയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കണം എനിക്ക്. അത് ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു. ഞാൻ വഴക്കുണ്ടാക്കി കപ്പ മേടിപ്പിക്കുമായിരുന്നു. കാരണം സ്ഥിരം വാങ്ങുന്ന ഒരു കടയുണ്ട്, കുഞ്ഞുമോൻ ചായൻ എന്നാണ് ആ ചായൻ്റെ പേര്. ആ കടയിൽ ആ ചായൻ്റെ പേര്.
കുഞ്ഞുമോച്ചാൻ്റെ കടയിൽ കപ്പ എന്താ പറയുക കപ്പ വാങ്ങാനായിട്ട് മിക്ക ദിവസങ്ങളിലും ഓട്ടമാണ് ഞാൻ. കപ്പ തീർന്നിട്ട് ചിലപ്പോൾ അവിടെ കറുത്ത കപ്പയില്ലേ ഇങ്ങനെ കേടായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ കേട് പിടിച്ച അതാണെങ്കിലും ഞാൻ വാങ്ങിക്കും. കാരണം എനിക്ക് കപ്പ ഇല്ലാണ്ട് പറ്റില്ല. ചെറുപ്പത്തിലേ അങ്ങനെയാണ്. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ആ ശീലമൊന്നും മാറില്ലല്ലോ കപ്പ കഴിക്കാനെന്നുള്ളത്. അപ്പം അങ്ങനെ എന്താ പറയുക എനിക്ക് എല്ലാ ദിവസവും കപ്പ ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. കാരണം എനിക്കെന്തോന്നും അറിയില്ല, ഇത് കപ്പയോട് ഭയങ്കര പ്രിയമാണ്. കപ്പയോട് പിന്നെ മാങ്ങ, അത് മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവാണ്ട മാങ്ങയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പച്ചയ്ക്ക് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ വൈറ്റിലയിലല്ല, നമ്മൾ വൈറ്റിലയിൽ നിന്ന് നമ്മൾ പാലാരിവട്ടം ബൈപ്പാസ് പാലയില്ലേ അവിടേക്ക് വരുന്ന നമ്മൾ ഇടപ്പള്ളിക്ക് വരുന്ന വഴിക്ക് നമ്മൾ ചക്രപ്പറമ്പിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ എന്താ പറയുക സർവീസ് റോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മാവ് വച്ചിട്ടുണ്ട്. കുറേ മാവുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അതിലിങ്ങനെ പോകുമ്പോൾ പകലൊക്കെ ഇങ്ങനെ നോക്കി വയ്ക്കേ. അപ്പോൾ റോഡിൽ നിൽക്കുന്ന മാവല്ലേ, ആരും വന്ന് ചോദിക്കാൻ ആരാ മാങ്ങ പറിക്കുന്നത് എന്നൊന്നും ചോദിക്കാൻ വരില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞാനും അതിൻ്റെ കൂടെ ആരെങ്കിലും കാണുമല്ലോ. അപ്പം ഞങ്ങൾ പകൽ പോകുമ്പോൾ ഇവരാരും ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഏതൊക്കെ മാവിന് മാങ്ങയുണ്ട് എന്ന് നോക്കി വെച്ചിട്ട് എല്ലാത്തിനും നമ്മളൊരു 10-11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം എന്താ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ പോകുന്നതിനെ എല്ലാം തല്ലിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ മാങ്ങ പറിക്കാനാണെന്ന് പറയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ പറയുള്ളൂ. കാരണം ഇവിടുന്നേ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ആരും വരില്ല. പിന്നെ അവിടെ ചെന്ന് മാങ്ങ പറിച്ച് രസമാണ്. ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കിപ്പോവും, വണ്ടിയിലൊക്കെ പോകുന്നവരൊക്കെ നോക്കിപ്പോവും. ഈ സർവീസ് റോഡിൽ നിന്നിട്ട് ഇങ്ങനെ മാങ്ങയിട്ട് കല്ലേറിയും പിന്നെ തോട്ട് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറിച്ചിട്ടുള്ള തോട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ കമ്പൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചിട്ട് അതൊക്കെ എടുത്ത് ഞങ്ങൾ മാങ്ങ പറിക്കലും ഒക്കെയാണ്. മെനഞ്ഞാന്നൂടെ ഞങ്ങൾ പോയി പറിച്ചതേ ഉള്ളൂ. എനിക്ക് കപ്പ മാങ്ങ ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ചേമ്പ് എനിക്കിഷ്ടമാണ്. ചെറിയ ചേമ്പില്ലേ, ചീനച്ചേമ്പ്, അത് പുഴുങ്ങുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ ചേന അങ്ങനെ അത്രയും ഇല്ല, പക്ഷെ കാച്ചിലിഷ്ടമാണ് പുഴുങ്ങി കഴിക്കാൻ. പിന്നെന്താ ഞാൻ ഏത്തക്ക പുഴുങ്ങി തിന്നുന്നത് എനിക്കിഷ്ടമാണ്. പച്ച ഏത്തക്കയില്ലേ, അങ്ങനെ കുറേ എനിക്കെന്താ അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഒരു ദിവസം പോലും ചോറ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ചോറില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് നമ്മൾ എത്ര ദൂരെ യാത്ര പോയിട്ട് വരികയാണെങ്കിലും വീട്ടിൽ വന്നിട്ട് ഇച്ചിരി ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പാടാതെ കപ്പേനെക്കാട്ടിലും പിച്ചാത്തിയാണ് കണ്ടോ. ഇത് വെച്ചിട്ട് എങ്ങനെ എടുക്കാനാ. പിന്നെ വേറെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് ഞാൻ പൊളിച്ച് വൃത്തിയാക്കട്ടെ. എൻ്റെ വാചകടി കസറും കേട്ട് നിങ്ങൾക്ക് തലവേദന വരും. അപ്പം ഞാനിത് വൃത്തിയാക്കട്ടെ കേട്ടോ, പിന്നെ കാണാം. അങ്ങനെ ഞാൻ കപ്പ കഴുകി അടുപ്പിൽ വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ഇത് കാരണം അന്ന് എൻ്റെ അശ്രദ്ധ മൂലം ഗ്യാസ് ഓണായി കിടക്കായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. തീ കത്തുന്നില്ലായിരുന്നു, പക്ഷേ ഗ്യാസ് വയ്ക്കുന്നില്ലായിരുന്നു. അന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് ഇത്തവണ വീഡിയോ എടുത്ത് ഉണ്ടാക്കി എല്ലാം കൂടെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നില്ല. കുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ. അങ്ങനെ ചൂട് പാറുന്ന കപ്പ വേവിച്ചത് ഇതാ നോക്കി, ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കപ്പയ്ക്കകത്ത്. അങ്ങനെ ചോറടച്ചിട്ടു, പപ്പടം പൊള്ളിച്ചു, അച്ചാറുണ്ട്, പിന്നെ മീൻകറി ഇതാ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടെൻ്റെ പൊന്നു മക്കളെ ഇനി ഒരു പിടി പിടിക്കണം.
നോക്ക് മക്കളെ നോക്ക്, വലിയൊരു അധ്വാനം കഴിഞ്ഞ പോലെയില്ലേ എന്നെ കണ്ടിട്ട്. അങ്ങനെ കപ്പ വേവിച്ചു, നമ്മൾ ചോറ് ഊറ്റിയിട്ടു, മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മോരുടെ വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വയ്യ. എൻ്റെ കോല് നോക്ക് വിയർത്തൊലിച്ച് ഒരു പരുവമായി. അപ്പോൾ മക്കളെ ഞാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റ് സാധനങ്ങൾ അടിച്ച് പൊട്ടിക്കുക, പിന്നെ എന്താ പറയുക, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നല്ല നല്ല കമൻസൊക്കെ ഇടുക. പിന്നെ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണണം. പിന്നെ എന്താ പറയുക, പാവൻ ടിയോ കുറിച്ച് ഈ പനിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി, ഞാനപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരാണ്. ഇല്ല, ഇവിടെ തീരുന്നില്ല, ഇനിയുണ്ട് വിശേഷങ്ങൾ. വേറൊരു ദിവസം ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.